ആരാണെന്നറിയുമോ? ഫുദൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നടാ മോനെ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ ഫുദൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. പടച്ചവനെ, ഫുദൈലിനൊരു സ്വഭാവമുണ്ടായിരുന്നു. ഏതൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ ആഗ്രഹം അവിടെ നിന്ന് പൂർത്തീകരിക്കുമായിരുന്നു. അങ്ങനെ ജീവിച്ചവനാണ് ഫുദൈല്. ഒരു ദിവസം കൂട്ടുകാര് പറഞ്ഞു, ഫുദൈലേ, ഏത് പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, ഏത് പെണ്ണിനെയും നീ കീഴ്പ്പെടുത്തുമല്ലോ, എന്നാ ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ ഫുദൈല്. പറ്റുമെങ്കിൽ നീ ആ പെണ്ണിനെയൊന്ന് കീഴ്പ്പെടുത്തടാ, എങ്കിലും ഞങ്ങൾ നിന്നെ സമ്മതിക്കാം. അതാ കൂട്ടുകാര് ഫുദൈലിനൊരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ പെണ്ണാണെങ്കിലോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന പെണ്ണാ. ഫുദൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. തന്റെ ആഗ്രഹം പറയുകയാണ്. പെണ്ണ് പരിഗണിക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഫുദൈലിന് നാണക്കേടായി. എത്ര പറഞ്ഞിട്ടും ആ പെണ്ണ് തയ്യാറാകുന്നില്ല. പിന്നെ വാസിയായടോ, ഫുദൈലിന് വല്ലാത്ത വാസിയായി. അവസാനം ആരാരുമില്ലാത്ത സമയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറി എന്നിട്ട് പറഞ്ഞു, പെണ്ണ്, ഞാനും നീയുമല്ലാതെ ഒരാൾ പോലും ഈ വീടിന്റെ അകത്തില്ല, ഒരാൾ പോലും അറിയുകയില്ല. എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരാൻ. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഞാൻ സാധിപ്പിച്ചു തരൂല. പടച്ചവനെ, ഫുദൈലിന് വല്ലാത്ത വാസിയായി. അവസാനം ആ പെണ്ണിനെ യഥാ കീഴ്പ്പെടുത്തുകയാണ്. ആരോഗ്യവാനായ ഫുദൈലുണ്ടല്ലോ, ആ പാവപ്പെട്ട പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. അവളുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി. അവസാനം ആ പെണ്ണിന്റെ 2 കാലുകളുടെ തുടകൾക്കിടയിൽ അവളെ വ്യഭിചരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോ പെണ്ണ് കിടന്ന് നിലവിളിക്കുന്നുണ്ട്, വല്ലാതെ കരയുന്നുണ്ട്. ആ ചെറുപ്പക്കാരനെ ചവിട്ടി മറിച്ച് കളയാ ശ്രമിക്കുന്നുണ്ട്. ആ പെണ്ണ് വല്ലാതെ നിലവിളിച്ചിട്ടും ഫുദൈൽ ഇബ്നു ഇയാദ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ പെണ്ണിനെ യഥാ ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ഒരു വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. അയൽവാസിയുടെ വീട്ടിലിരുന്നിട്ട് ഒരു പ്രായമുള്ള ഉമ്മ ഖുർആൻ ഓതുകയാണ്. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ഖുർആനിന്റെ ആയത്തിങ്ങനെ പാരായണം ചെയ്യുന്നത് ആ പെണ്ണങ്ങ് കേൾക്കുകയാണ്. ആ പെണ്ണങ്ങ് കേൾക്കുകയാണ്. പെട്ടെന്ന് ആ പെണ്ണിന്റെ നിലവിളിയങ്ങ് മാറുകയാ. അതുവരെ കിടന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് നിലവിളിച്ച പെണ്ണു പിന്നെ മിണ്ടുന്നില്ല. എന്നെ വിടണേ എന്ന് പറഞ്ഞ് കൈകാലുകൾ കൊണ്ട് ചവിട്ടുന്നില്ല. ആ പെണ്ണ് നിശബ്ദയായിരിക്കുകയാണ്. ഫുദൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് ആ പെണ്ണിന്റെ പെരുമാറ്റം മാറിയപ്പോ ഫുദൈൽ ചോദിച്ചു, നീ സമ്മതിച്ചോ പെണ്ണേ? നീ സമ്മതിച്ചോ പെണ്ണേ? വളരെ സങ്കടത്തോടുകൂടി ഫുദൈൽ ഇബ്നു ഇയാദിന്റെ മുഖത്തേക്ക് നോക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നീ നിലവിളിക്കാത്തത്? എന്തേ നീ എന്നെ കടന്ന് ഇവിടെ കടന്ന് എന്നെ തെള്ളിയിടാത്തത്? എന്തേ നീ മിണ്ടാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, ഫുദൈലേ, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുദൈലേ? അല്ല ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
ഒരുപാട് ആസ്വദിച്ചില്ലേ ഫുളൈലെ? ഈ പ്രായത്തിന്റെ ഇടക്ക് ഒരുപാട് വ്യഭിചരിച്ചില്ലേ? ഒരുപാട് ആസ്വദിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേ? പ്രായമുള്ളവര് പോലും ചെയ്യാത്ത പാപങ്ങൾ മുഴുവനും നിന്റെ ജീവിതത്തിൽ ചെയ്തില്ലേടാ ഫുളൈലെ? നന്നാകാ സമയമായില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഹൃദയത്തിലേക്ക് ഇടിത്തീ വീഴുന്നത് പോലെ ആയത്തങ്ങ് തറയ്ക്കുകയാണ്. ഹൃദയമൊന്ന് പിടച്ചടോ, കണ്ണറിയാതെ നിറഞ്ഞുപോയി. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പടച്ചവനെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുളൈൽ, പിന്നെ പടച്ചവനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവസാനം ചരിത്രം പറയുന്നത് അതാടോ. ഞാൻ പറഞ്ഞു വന്നത് നന്നാക്കിയതൊരായത്താ, ഉമറിന് നന്നാക്കിയതൊരായത്താ, ഫുളൈൽ ഇബ്നു ഇയാദിനെ നന്നാക്കിയ ഒരായത്താ. ഒരുപാട് പേരെ നന്നാക്കിയത് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളാ. പക്ഷേ നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. ഒരായത്തല്ല, 1000 ആയത്ത് കേട്ടാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 6600 പരം വരുന്ന ആയത്തുകൾ കേട്ടാൽ നമുക്കൊരു മാറ്റമില്ലടോ, നമുക്കൊരു പേടിയില്ലടോ. പടച്ചവനെ നമ്മൾ ആസ്വദിക്കുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാറുള്ളതാണ്. നിങ്ങൾ എത്ര വയത് പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല, ഞങ്ങൾ മാറില്ല, ജീവിതം ആസ്വദിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നടക്കുന്ന യുവത്വമേ, വാപ്പ ചോദിക്കുന്നു, എന്തേ ഉസ്താദേ എന്റെ പൊന്നുമോൻ ഇങ്ങനെ ആയി പോയത്? എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ലല്ലോ. അവൻ എന്നെ തല്ലാൻ വരുന്ന ഉസ്താദേ, അവൻ ഈ പ്രായത്തിൽ കഞ്ചാവടിക്കുകയാ, അവൻ ഉമ്മാന്റെ നേരെ കൈവെക്കുകയാ, ഉമ്മയെ ചീത്ത വിളിക്കുകയാ. പടച്ചവനെ, എത്ര ഉപദേശിച്ചിട്ടും ഇന്നത്തെ യുവതലമുറ നന്നാകുന്നില്ല. വാപ്പ ചോദിക്കുന്നു, എന്തേ അതിന്റെ കാരണമെന്ന്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ സങ്കടം ഉസ്താദേ, വാപ്പയ്ക്ക് 50-60 വയസ്സായി, വാപ്പ നന്നാകുന്നില്ല ഉസ്താദ്. പ്രായം ചെന്നിട്ട് പോലും എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ, എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. എന്തേ അതിന്റെ കാരണമെന്ന് ചോദിക്കുന്നവര്, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. എന്തുകൊണ്ടാണ് ഉപദേശങ്ങൾ കേട്ടിട്ട് നന്നാകാൻ പറ്റുന്നില്ല? കണ്ണിന്റെ മുമ്പിൽ പലതും കണ്ടിട്ട് അവർക്ക് നന്നാകാൻ പറ്റുന്നില്ല. ഇവന് ഹൃദയമില്ലേ? ഇവന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിമ്പാറയാണോ എന്ന് സങ്കടത്തോടെ പറയുന്ന ഉമ്മ, അതിന്റെ കാരണമാ ഞാൻ പറയുന്നത്, അതിന്റെ കാരണമാ ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പടച്ചവനെ ഇന്ന് മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്നത് നമ്മുടെ സമുദായം തന്നെയാ. ഇന്ന് ഫർദയിട്ടുകൊണ്ട് ചാനലുകളിൽ കയറിയിരുന്നിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ വിളിച്ചു പറയുന്നവരുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാ ഫർദയിട്ട തലയിൽ തുണിയിട്ട പെണ്ണിന്റെ വീഡിയോ കാണാൻ എന്ത് രസമെന്നറിയോ? കളിയാക്കുന്നടോ, പ്രസംഗിക്കുന്ന ഉസ്താദന്മാരെ ട്രോളുന്നടോ. പരിഹാസവും ധിക്കാരവുമല്ലേ ചെറുപ്പക്കാരാ? അള്ളാന്റെ സ്വർഗത്തിനെ കളിയാക്കുന്നവരില്ലേ? നരകമില്ലെന്ന് പറയുന്നവരില്ലേ? മരിച്ചാ സർവ്വതം തീർന്നെന്ന് പറയുന്ന യുവത്വമേ, എന്തുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ആയി പോയതിന്റെ കാരണമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ, ഖുർആനിനെ കളിയാക്കിയപ്പോ, ഖുർആനിനെ പരിഹസിച്ചപ്പോ, അല്ലാഹുവിന്റെ ഖുർആന് പിരിക്കാറുള്ളതാണെന്ന് പറഞ്ഞു പുച്ഛിച്ചപ്പോ അല്ലാഹു തരുന്ന ശിക്ഷയാ പറയുന്നത്. വൈനു തദഊഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? അല്ലാഹു
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവരുടെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, അവര് നന്നാകില്ല, അവര് നന്നാകില്ല. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. വാപ്പാ നീ എത്ര ഉപദേശിച്ചാലും അവര് നന്നാകില്ല, എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അവര് കേൾക്കില്ല. നീ എത്ര ഉപദേശിച്ചാലും നിന്റെ മക്കള് കേൾക്കാറില്ല. ഉസ്താദന്മാരല്ല, മാതാപിതാക്കളല്ല, ആര് ഉപദേശിച്ചാലും അവര് കേൾക്കില്ലടോ. കേൾക്കാത്തതിന്റെ കാരണം എന്താണ്? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു നിന്റെ പൊന്നുമോന്റെ ചെവി അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹു നിന്റെ മകളുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെങ്ങനാ കേൾക്കുക? അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. ഫലമ്മാ സാഹു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവർക്ക് മനുഷ്യത്വമുണ്ടാകില്ല. കാരണം അവരുടെ ഹൃദയം അല്ലാഹു സീലി വെച്ചിരിക്കുകയാണ്. ഹൃദയം സീലി വെച്ചു, ചെവി അടച്ചു വെച്ചു. പിന്നെ എങ്ങനാ നിന്റെ മക്കൾ നന്നാകുന്നത്? എങ്ങനെയാണ് യുവതലമുറ നന്നാകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ കളിയാക്കുന്നവർക്ക് റബ്ബ് തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്നാകാൻ പറ്റുന്നില്ല, ഖുർആൻ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല, ഭയക്കണം സഹോദരാ, പേടിക്കണം ബാപ്പമാര്, ഉമ്മമാരെ. അല്ലാഹു എഴുതി തള്ളിയാ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഖുർആനിലേക്ക് മടങ്ങിക്കോ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിക്ക്, അതിനെ ആദരിക്ക്, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്ക്. ഒന്നുകൂടി അല്ലാതെ തൊടാൻ പാടില്ല. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന കാര്യങ്ങൾ പാരായണം ചെയ്താ മാത്രം പോരാ. ആ പറയുന്നത് എന്താണെന്ന് ചിന്തിക്ക്, അത് പറയുന്നത് എന്താണെന്ന് ചിന്തിക്ക്. നിസാരമാക്കല്ലേ. ഖുർആൻ സാധാരണ ആളല്ല, ഖുർആൻ സാധാരണ ആളല്ല. നിനക്ക് സ്വർഗം വാങ്ങിത്തരാ. സ്വർഗത്തിന് പവറുണ്ടെന്ന്, ഖുർആനിന് പവറുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു